ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട്സ്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പലർക്കും ഇപ്പോഴും കൃത്യമായ രീതിയിലൊരു അറിവില്ല. അതുകൊണ്ട് എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് ഒന്നുകൂടി വിശദമാക്കാനും വ്യക്തമാക്കാനുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പല രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനായിട്ട് വലിയ രീതിയിലുള്ള പൈസയുടെ ചെലവുണ്ട്. അപ്പൊ ആ പൈസ കണ്ടെത്താനായിട്ട് സാധാരണഗതിയിൽ മറ്റുള്ള ആളുകള് പാർട്ടികൾ വിവിധ കമ്പനികളോ ഈ പാർട്ടികൾക്ക് സംഭാവനകൾ കൊടുക്കാറുണ്ട്. സംഭാവന കൊടുക്കാറായിട്ട് 2017 വരെ ഇങ്ങനെ നമ്മുടെ അവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് 20,000 രൂപയ്ക്ക് താഴെയുള്ള സംഖ്യ നമുക്ക് നേരിട്ട് ഈ പറയുന്ന റെസീറ്റോട് കൂടെയോ അല്ലാതെയോ ഈ പറയുന്ന പാർട്ടികൾക്ക് സംഭാവന ചെയ്യുന്നു. പക്ഷേ 2017 അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയ അരുൺ ജെയ്റ്റ്ലി ഒരു ഇലക്ട്രൽ ബോണ്ട് സംവിധാനം എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയാണ്. ആ സംവിധാനത്തിനെ CPM പോലെയുള്ള പാർട്ടികൾ അതിനെ എതിർക്കുകയും അതേപോലെ ADR എന്ന് പറയുന്ന NGO അതിന് സുപ്രീം കോടതി പോവുകയും ഇപ്പോഴും ഇന്ത്യയിൽ ആകെ രണ്ട് പാർട്ടികളാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം വാങ്ങിക്കാതിരിക്കുകയും ചെയ്തിരുന്ന രണ്ട് പാർട്ടികൾ. അതൊന്ന് CPIM ഉം CPI ഉം ആണ്. ആ കാര്യം കൂടി നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതിനുശേഷം എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. എന്താണ് 2017 ശേഷം ഉള്ള അവസ്ഥയും 17 മുൻപുള്ള അവസ്ഥയും നമുക്ക് വളരെ കൃത്യമായി പഠിച്ചാലാണ് ഇതിനെപ്പറ്റി ഒരു ധാരണ കിട്ടുകയുള്ളൂ. പല ആളുകളും എന്താ പറയുക ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം വേറെന്തോ സാധനം എന്ന രീതിയിലാണ്. ഇതിനെങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ആളുകൾ അതിനെ സമീപിക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ അതിനെ എങ്ങനെയാണ് അതിനെ ദുരുപയോഗം ചെയ്യാനുള്ള ചാൻസസ് എങ്ങനെയാണ്, അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഇന്ത്യയിലെ രജിസ്റ്റേർഡ് പാർട്ടീസിന് ഈ പറയുന്ന വ്യക്തികളായിട്ടും കമ്പനികളായിട്ടും ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രൽ ബോണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ട് അങ്ങനെ എന്താ പറയാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അതാത് സംസ്ഥാനങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബ്രാഞ്ചുകളിലാണ് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇത് പഠിക്കണമെങ്കിൽ 2017 മുൻപ് എങ്ങനെയായിരുന്നു നമ്മുടെ കമ്പനികളോ അല്ലെങ്കിൽ 2017 മുൻപ് നമ്മുടെ കമ്പനികളോ വ്യക്തികളോ അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെയാണ് ഫണ്ട് കളക്ട് ചെയ്തിരുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം. 2017 മുൻപ് നമ്മൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് കൊടുക്കാം, ബാങ്ക് അക്കൗണ്ട് ത്രൂ കൊടുക്കാം, ചെക്ക് വഴി കൊടുക്കാം. പക്ഷേ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ 20,000 രൂപയ്ക്ക് താഴെയുള്ള സംഖ്യകൾക്ക് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ ഈ പറയുന്ന കണക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. 20,000 മുകളിൽ കൊടുക്കുന്ന തുകയ്ക്കാണ് അതിന്റെ സോഴ്സ് കാര്യങ്ങളോ ആരാണ് തന്നതെന്നും കൃത്യമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും കൃത്യമായി ഇത് അറിയിക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്തരം സാഹചര്യം വരുന്ന സമയത്ത് സാധാരണഗതിയിൽ മിക്ക ആളുകളും ഇതിനെ മറികടക്കാൻ, അതായത് ഈ ഇലക്ഷൻ കമ്മീഷനെ ഓഫ് ഇന്ത്യയിലും കണക്ക് കൊടുക്കുന്നതിന് ഈ ആരാണ് തന്നതെന്ന് മറികടക്കാനായി എല്ലാവരും എത്ര രൂപയാണെങ്കിൽ കൂടി 20,000 താഴെ 19,999 വരെയുള്ള സംഖ്യകളാണ് റെസീറ്റ് ആയിട്ട് എഴുതിയിരുന്നത്. അപ്പോ 20,000 താഴെ വരുന്ന സംഖ്യകൾക്ക് ഈ പറഞ്ഞവര് അക്കൗണ്ടബിൾ ആയിരിക്കില്ല. അതിന് മുകളിൽ വരുന്ന സംഖ്യകൾക്ക് മാത്രമാണ് അത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ അറിയിക്കുകയും അതേപോലെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ സൈറ്റിൽ പരസ്യപ്പെടുത്തേണ്ടതായിട്ടുള്ളൂ. അതിന് താഴെയുള്ള സംഖ്യകൾക്ക് അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പൊ പല ആളുകളും ഇതിനെ ദുരുപയോഗിച്ചുകൊണ്ട് 19,999 റെസീറ്റുകൾ കൊടുത്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ ആർക്ക് കൊടുത്തു എന്നുള്ള ഒരു കാര്യങ്ങൾ അറിയണ്ടായിരുന്നില്ല. അതിനെ മറികടക്കാൻ എന്നൊരു പേരിലാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത്.
പക്ഷെ ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ SBI സുപ്രീം കോടതിയുടെ അന്ത്യശാസനം മൂലം ആ പറയുന്ന വിവരങ്ങൾ പുറത്തുവിട്ടു. അപ്പോ നമുക്ക് മനസ്സിലായി വലിയ രീതിയിലുള്ള, അതായത് ED അടക്കം, ഇൻകം ടാക്സും ED അടക്കമുള്ള ആളുകൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പല കമ്പനികളും വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയാണ് ഈ പറയുന്ന അതാത് ഭരിക്കുന്ന പാർട്ടികൾക്ക് വലിയ രീതിയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനെ തുടർന്ന് ഒന്നുകൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കൊടുത്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് വലിയ രീതിയിലുള്ള കോൺട്രാക്ട് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം ഇന്ന് ഡൽഹിയിലെ മന്ത്രിസഭ ഒരു അരവിന്ദോ ഫാർമയുടെ വിഷയം പുറത്തെടുക്കുകയുണ്ടായി. അരവിന്ദോ ഫാർമയുടെ ഉടമ ED അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്തതിന്റെ രണ്ടാമത്തെ ദിവസം 5000 കോടിയുടെ ബോണ്ട് ആള് വാങ്ങിക്കുകയും അതിന് പിറ്റേ ദിവസം ആളെ ED ആളെ മാപ്പുസാക്ഷിയാക്കുകയും ആ കേസിൽ നിന്ന് മാറ്റിക്കൊടുക്കുകയും ചെയ്തതിന്റെ സാഹചര്യം നമ്മൾ കണ്ടു. അവിടെ നടക്കുന്നുണ്ട്. ഇവരാണ് ഈ പറഞ്ഞത് ഇതിനൊരു എന്താ പറയുക ട്രാൻസ്പെറൻസി കൊണ്ടുവരാനാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നിരുന്നുള്ളത്. പക്ഷെ അതിന് കൃത്യമായ രീതിയിൽ ദുരുപയോഗിക്കുകയും അതെങ്ങനെ ചൂഷണം ചെയ്യുകയും അതിനെ മറ്റു പാർട്ടികൾക്കുള്ള ഫണ്ടിങ് ആരിൽ നിന്നും വരുന്നു. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി നമ്മുടെ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റിന് ആരാണോ ഇത് കൊടുത്തിരിക്കുന്നത്, മറ്റു പാർട്ടികളുടെ ഫണ്ടിങ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതേ തുടർന്ന് അതിനെ ദുരുപയോഗിക്കാനും അല്ലെങ്കിൽ ഇലക്ഷനെ സ്വാധീനിക്കാനും പറ്റുമെന്നുള്ളതിന് തെളിവാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഈ കാഴ്ച. നിലവിലുള്ള വ്യവസ്ഥ വഴി നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തകർക്കുന്ന രീതിയിലുള്ള ബ്ലാക്ക് മണി ഇതിലൂടെ സംഭാവന കൊടുത്തതിലൂടെ അത് വൈറ്റ് ആവുന്ന ഒരു പ്രക്രിയ നമുക്ക് ഇതിലൊരു സിനാരിയോ ഉണ്ട്. ആ പ്രക്രിയ നമുക്ക് കാണാൻ പറ്റും. അതിനെ മറികടക്കാനായിട്ട് ഈ ബ്ലാക്ക് മണിയെ കൃത്യമായ രീതിയിൽ പിടിച്ചു കെട്ടുക എന്ന് പറയുന്ന ഉദ്ദേശശുദ്ധിയോട് അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം 2017 അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലി ഒരു മണി ബില്ലായി അവതരിപ്പിക്കുന്നത്. മണി ബില്ലായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന് വേറെ കുറെ ഭരണഘടനാപരമായിട്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. മണി ബില്ലായിട്ടാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അവതരിപ്പിക്കുന്നത്. ഇതില് 2017 മുൻപത്തെ സിനാരിയോ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരാള് 20,000 മുകളിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പേരിലും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് മുന്നിലും പരസ്യപ്പെടുത്തണം. അങ്ങനെ ഒരു സംവിധാനം ഈ പറയുന്ന 2017 മുന്നും ഉണ്ടായിരുന്നു. അപ്പോ അതിനെ ഒരു തരത്തിൽ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മൾ ഒരു പാർട്ടിക്ക് ഒരു സംഭാവന കൊടുക്കുന്നു, അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വലിയൊരു കമ്പനിയുടെ ഉടമ സംഭാവന കൊടുക്കുന്നു. പക്ഷെ ആ ഇലക്ഷന് ഈ പറയുന്നതിന് പകരം അവിടെ കോൺഗ്രസ് ഇതര അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടി അവിടെ ജയിക്കുകയും ഈ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ പരസ്യപ്പെടുത്തുകയും അതേപോലെ ഇൻകം ടാക്സിന് മുന്നിൽ പരസ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന കമ്പനിയെ പറ്റി കൃത്യമായ രീതിയിലൊരു രേഖ അല്ലെങ്കിൽ കൃത്യമായൊരു ഇൻഫോർമേഷൻ ഈ ഭരിക്കുന്ന പാർട്ടിക്ക്, അല്ലാതെ ഭരിക്കുന്ന പാർട്ടിക്ക് കിട്ടുകയാണ്. അതേ തുടർന്ന് ആ പാർട്ടിക്ക് ഈ കമ്പനികളോട് ഒരു പ്രതികാര നടപടി എന്നോണം മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം മറ്റുള്ള ആളുകൾക്കാണ് ഫണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോ അതിനെതിരെ ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു എന്താ പറയാ ഒരു വോട്ടറിന്റെ റൈറ്റിനെതിരാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്ന ബോണ്ട് സംവിധാനമായിട്ട് 2017 അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവരുന്നത്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റിന് മറ്റു മിഷണറീസ് EDയോ CBIയോ പോലുള്ള മിഷണറീസ് ഉപയോഗിച്ച് ചൂഷണം ചെയ്യാനുള്ള സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് വാദം. അതിനെ മാറ്റി എഴുതിയിട്ടാണ് 2017 ഈ പറയുന്ന ബോണ്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ബഡ്ജറ്റില് അരുൺ ജെയ്റ്റ്ലി ബോണ്ട് സംവിധാനം അവതരിപ്പിക്കുന്നതിന് ഒരു മണി ബില്ലായിട്ടാണ്. അതായത് ഒരു വ്യക്തിക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്യാഷ് ആയിട്ട് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു തുക എന്ന് പറയുന്നത് 2000 നിജപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ വട്ടം 2017 മുന്നേ അതൊരു 20,000 രൂപ വരെയായിരുന്നു. പക്ഷെ 2017 മുതൽ അത് ലിക്വിഡ് മണിയായിട്ട് ഒരാൾക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് 2000 രൂപയ്ക്ക് താഴെയുള്ള സംഖ്യകളാണ് പറ്റുള്ളൂ എന്നുള്ളത്. അതായത് 2000 രൂപയ്ക്ക് മുകളിലുള്ള സംഖ്യകൾക്ക് നമുക്ക് ലിക്വിഡ് മണിയായിട്ട് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് 2000 തുകയ്ക്ക് മുകളിലുള്ള കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇലക്ട്രൽ ബോണ്ട് ഈ സംവിധാനം ഉപയോഗിക്കാം. അതായത്
ഒരാൾക്ക് ഇപ്പൊ ഒരു 10,000 രൂപ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്ക് ഡൊണേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോ നമ്മൾ ഇദ്ദേഹം ചെയ്യേണ്ടത് നമ്മൾ നേരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ ചെല്ലുകയും ആ ബ്രാഞ്ചിൽ നിന്ന് ആ പറയുന്ന ചെക്കോ അക്കൗണ്ട് ട്രാൻസ്ഫറോ കാര്യങ്ങളോ വഴി ഈ പറയുന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ അതിൽ KYC ഫോം ഫില്ല് ചെയ്യുകയും അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് ഒരു ബോണ്ട് തരും. ബോണ്ട് പേപ്പർ ആയിട്ട് തരാം. ആ ബോണ്ട് പേപ്പറിൽ പ്രധാനമായിട്ട് നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കാണും, ഡിനോമിനേഷൻ വരും. ഈ ബോണ്ട് അങ്ങനെ കൃത്യമായ ഒരു ഡിനോമിനേഷൻ 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 1 കോടി ഇത്തരത്തിലുള്ള ഡിനോമിനേഷനാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നത്. ഈ ബോണ്ടിന്റെ മിനിമം തുക എന്ന് പറയുന്നത് 1000 രൂപയാണ്. 1000 രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വഴി കൊടുക്കാം. ബാങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ചെക്കോ DDO ബാങ്ക് ട്രാൻസ്ഫറോ ഗൂഗിൾ പേ അത്തരത്തിലുള്ള മറ്റേ ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയാണ് ഈ പറയുന്ന തുക നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ബോണ്ടിൽ എത്ര തുകയുടെ എഴുതിയിട്ടുണ്ടാവും, ആ ഇഷ്യൂ ചെയ്തിരുന്ന ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും, ഇത് എഴുതിയിട്ടുണ്ടാവും. ഈ ബോണ്ട് 15 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിക്ക് കൊടുക്കാനായിട്ട് ആ പാർട്ടിക്ക് ഈ ബോണ്ട് കൊണ്ടു കൊടുക്കുന്നത് വഴി 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സംവിധാനം ചെയ്യുകയും ആ പറഞ്ഞ പൈസ ഇപ്പോൾ ഒരാൾ 10,000 രൂപയാണ് പിന്നെ പാർട്ടിക്ക് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ ആ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുന്നതാണ്. 15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്നതായിരിക്കും. 15 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ബോണ്ട് മാറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന പൈസ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകും. അപ്പോൾ വാലിഡിറ്റി ഓഫ് ബോണ്ട് എന്ന് പറയുന്നത് 15 ദിവസമാണ്. ആ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന ബോണ്ട് ആ ഒരു വ്യക്തികളെ രാഷ്ട്രീയ പാർട്ടിയിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് കൊണ്ടുകൊടുക്കും. രാഷ്ട്രീയ പാർട്ടി ആ ബോണ്ട് ആ അക്കൗണ്ട് വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അത് രജിസ്ട്രേഡ് രാഷ്ട്രീയ പാർട്ടി ആയിരിക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ 1% പോൾ ചെയ്തിരിക്കുന്ന 4% ഉള്ള ഒരു പാർട്ടി ആയിരിക്കണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ആർക്കൊക്കെയാണോ ഈ പറയുന്ന ബോണ്ട് വാങ്ങിക്കാനായിട്ട് പറ്റുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പറ്റില്ല. രജിസ്ട്രേഡ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ഈ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യയിലെ കഴിഞ്ഞ ഇലക്ഷന് നിയമസഭ ഇലക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ ആയിക്കോട്ടെ, കഴിഞ്ഞ ഏതെങ്കിലും സംസ്ഥാനത്തെ ഇലക്ഷനോ അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷനോ മൊത്തം പോൾ ചെയ്ത വോട്ടിംഗ് ശതമാനത്തിന്റെ 1% വോട്ട് ഷെയർസ് ഉള്ള പാർട്ടികൾക്ക് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ലിക്വിഡ് മണിയായിട്ട് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നമുക്കായിട്ട് സഹായിക്കാൻ പറ്റില്ല. അപ്പോ ഇത് മുന്നോട്ട് വെക്കുന്നത് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള പൈസകളുടെ ഒഴുക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. രണ്ടാമത്തെ ഭാഗമാണ് ഇതിന്റെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ വിമർശനം വന്നത്. അതായത് ഇത് കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആൾക്കല്ലാതെ വേറൊരാൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അതായത് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്, അതേപോലെ വാങ്ങിക്കുന്ന ആൾക്കും കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതറിയാൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും. അപ്പൊ ആരാണ് കൊടുത്തതെന്നും എത്രയാണ് രൂപ കൊടുത്തതെന്നും ഇത് കൃത്യമായിട്ട് അറിയേണ്ടത് ഒരു വോട്ടറിന്റെ ഒരു എന്താ പറയാ അവകാശമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കോടതിയിൽ ഇതിന് വാദം വന്നത്. ബ്ലാക്ക് മണി ആണെങ്കിലും മറ്റുള്ള രീതിയിലും ഇതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് ഇത് ആരാണോ കൊടുത്തതെന്നും ആരാണോ വാങ്ങിച്ചതെന്നും ഒന്നും അറിയാത്ത രീതിയിലുള്ളൊരു സംവിധാനമാണ് ഇത്. ഒരു ട്രാൻസ്പെറൻസി അവർ പറയുന്ന പോലെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് SBI ഇതിനെ കൊടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറയും. ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് പോലും ഇത് പരസ്യപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ നിരന്തരമായ വാദങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതി അന്ത്യശാസനം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ലാസ്റ്റ് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് പ്രസിദ്ധീകരിക്കുകയും അത് കോടതിയുടെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്തത്. ബോണ്ടുകൾ പരസ്യപ്പെടുത്തിയപ്പോൾ അത് ഒരുപാട് എന്താ പറയാ ബോണ്ട് അങ്ങനെ പരസ്യപ്പെടുത്താൻ പറ്റില്ല, പ്രൈവസിയുടെ ഇഷ്യൂ ആണ്, ഒരുപാട് വാദമുഖങ്ങൾ SBI ഇതിൽ നിരത്തുന്നുണ്ട്. ഏതൊക്കെ പാർട്ടികളിലേക്ക് ആരൊക്കെ ഫണ്ട് ചെയ്തു എന്നുള്ളത് അറിയാനായിട്ട് ധാർമ്മികമായ ആണെങ്കിലും ഭരണഘടനാപരമായിട്ടും ഒരു പൗരന് അവകാശമുണ്ടെന്നുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലാണ് സുപ്രീം കോടതിയും കൃത്യമായിട്ട് വീണ്ടും ഓർമ്മിപ്പിച്ചത്. ഈ കേസുകൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പല ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ED അന്വേഷണമോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് രാജ്യത്തിനകത്ത്
ബ്ലാക്ക് മണി കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ ധനവിഭാഗം നിയമപ്രദമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന ഒരു പറ്റം കമ്പനികളാണ് കോടികളുടെ രൂപയുടെ ബോണ്ടുകൾ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. അതില് ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ BJP ആണ്. 9,000 കോടി രൂപയുടെ ബോണ്ടാണ് ഈ പറയുന്ന BJP വാങ്ങിച്ചിരിക്കുന്നത്. BJP ആണ് ഒന്നാം സ്ഥാനത്ത്. ഗവൺമെന്റിന് തന്നെ കേന്ദ്ര ഗവൺമെന്റിന് തന്നെ സ്ഥാപനമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കേന്ദ്ര ഗവൺമെന്റിന് ഇതിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ഏതൊരു വ്യക്തിക്കും ഫ്രീഡം ഓഫ് ലിബർട്ടിയും അതുപോലെ ഫ്രീഡം ടു ലീവ് ഒരു വ്യക്തിക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാനായിട്ട് അവകാശം ഉണ്ടെന്ന് അവർ വാദിക്കുന്നുണ്ട്. പക്ഷെ ഈ അവകാശത്തിനേക്കാൾ മുകളിലാണ് വോട്ട് ചെയ്യുന്ന പൗരന്റെ അവകാശം എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പിന്നെ ഇതിലൂടെ ഒരു സാധാരണ വ്യക്തികളോ മറ്റുള്ള ആളുകളോ മാത്രമല്ല ഈ ബോണ്ട് യൂസ് ചെയ്യുന്നത്. ഈ ബോണ്ടിന്റെ ബഹുഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് കമ്പനികളും അതേപോലെയുള്ള കുത്തകളാണ്. ഇതിനെ വേണ്ടിയിട്ട് കമ്പനി ആക്ടിലടക്കം ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 2017 വരെ 20,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണമെന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ 3 വർഷത്തെ ലാഭത്തിന്റെ 7% വരെ പാർട്ടികൾക്ക് സംഭാവനയായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് 3 വർഷത്തെ ലാഭത്തിന്റെ 7% തുക വരെ മാക്സിമം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം നിലവിൽ വന്നതോടുകൂടി ആ ഒരു ലിമിറ്റേഷൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എത്ര വേണമെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായിട്ട് കൊടുക്കാം എന്നൊരു നിബന്ധന വരികയാണ്. അപ്പോ നമുക്ക് ഈ പറയുന്ന ബോണ്ടുകൾ പുറത്തു വന്ന സമയത്ത് നമുക്ക് മനസ്സിലായി 1300 കോടി രൂപ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയാണ്. ആ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിക്ക് കഴിഞ്ഞ 3 വർഷത്തെ ലാഭവിഹിതം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 300 കോടിക്ക് താഴെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന 1300 കോടി ഈ പറയുന്ന സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിക്ക് ഈ പറയുന്ന പോലെ ഡൊണേഷൻ ചെയ്യാനായിട്ട് സാധിച്ചത് എന്നും കൂടി നമുക്കൊരു സംശയത്തിന്റെ ഇതുണ്ട്. അതേപോലെ രാജ്യത്തിലെ ഏറ്റവും വലിയ നികുതിദായകരായ റിലയൻസ് നേരിട്ട് പങ്കിട്ടെടുത്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പുറത്തു വന്ന രേഖയിൽ കാണാൻ പറ്റിയത്. പിന്നീട് നമ്മൾ ഒന്നുകൂടി നോക്കുമ്പോൾ റിലയൻസിന്റെ തന്നെ വേറൊരു സബ്സിഡറി റിലയൻസ് ആയിട്ട് അലയൻസ് ഉള്ള ഒരു കമ്പനി ഒരു നിശ്ചിത തുക അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അദാനിയായിട്ട് ജോയിന്റ് വെഞ്ചർ ഉള്ള സ്ഥാപനം ഇതേപോലെ ബോണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് അരബിന്ദോ ഫാർമ എന്ന് പറയുന്ന കമ്പനിയുടെ 5,000 കോടി കൊടുത്തതാണ്. 5,000 കോടി കൊടുത്ത ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും. ആൾ അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസമാണ് ഈ 5,000 കോടിയുടെ ബോണ്ട് കൊടുക്കുന്നത്. അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ED അദ്ദേഹത്തിന് മുകളിൽ ചുമത്തിയിരുന്ന കേസുകളിൽ നിന്ന് പിന്നോട്ട് വരികയും ആളെ അതിലൊരു മാപ്പുസാക്ഷിയാക്കുകയും ചെയ്യുന്ന ഒരു കഥ നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇതിനെ എങ്ങനെയാണ് ഇന്നത്തെ ഗവൺമെന്റ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു ടൂൾ വെച്ചുകൊണ്ട് ആളുകളെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ആളുകളെ പേടിപ്പെടുത്തുന്നു. ഗവൺമെന്റിന്റെ ഒരു ഗുണ്ടാ സംഘമായി തന്നെ ഇന്ന് ED മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ടിവിയിൽ കണ്ടതാണ്. ED എന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബോണ്ട് കൊടുക്കാത്ത സമയത്ത് അറസ്റ്റ് ചെയ്യുന്നു, അഥവാ ബോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അറസ്റ്റിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരം ഒരു പ്രശ്നം ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വഴി നമുക്ക് ഇതിലുണ്ട്. അതോടൊപ്പം വേറൊരു ഭേദഗതി കൂടി ഈ നിയമത്തോടൊപ്പം വരുത്തിയിട്ടുണ്ട്. ഫോറിൻസ് ആക്ടും ഇവിടെ ഭേദഗതി നിർത്തിയിട്ടുണ്ട്. ഇതുവരെ ഫോറിൻ കമ്പനികൾക്ക് ഒരാൾക്ക് പോലും ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് 1 രൂപ പോലും സംഭാവനയായിട്ട് വാങ്ങിക്കാൻ പറ്റിയിരുന്നില്ല. ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വഴി വേറൊരു അമെന്റ്മെന്റും കൂടി കൊണ്ടുവന്നു. അതായത് ഫോറിൻ കമ്പനികൾക്ക് നേരിട്ട് ഇപ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ പറ്റില്ല. അതിനു പകരം ഫോറിൻ പാർട്ടികൾക്ക് അവരായിട്ടൊരു നാട്ടിലെ ഒരു കമ്പനിയായിട്ട് ഒരു അലയൻസ് ഉള്ള കമ്പനി വഴി ഈ പറയുന്ന പൈസ പാർട്ടികൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു അമെന്റ്മെന്റും കൂടി ഭേദഗതി കൂടി വരുത്തി. ഈ ഭേദഗതി ഒക്കെ വരുത്തിയത് ഇതിനെ അരുൺ ജെയ്റ്റ്ലി മണി ബിൽ എന്ന് പറയുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചുകൊണ്ടാണ്. ഈ മണി ബില്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തിന് 2 നിയമനിർമ്മാണ സംവിധാനമുള്ളൂ. ഒന്ന് ലോവർ ഹൌസ് എന്ന് പറയുന്ന ലോകസഭയും അപ്പർ ഹൌസായ രാജ്യസഭയും. പക്ഷേ ഈ മണി ബില്ലിൽ ലോകസഭയ്ക്ക് മാത്രമേ ഇതിന് അധികാരമുള്ളൂ. രാജ്യസഭയ്ക്ക് മണി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അധികാര പരിധിയിൽ വരുന്നില്ല. അതുകൊണ്ട് രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയുടെ അപ്പർ ഹൌസിനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചത്. അതുതന്നെ ഈ ഭരണഘടന നിർവഹണത്തിന് എതിരാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിനെതിരെ വാദിക്കുകയും അതിനെ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. പക്ഷെ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചതായിട്ടുള്ള കാര്യങ്ങളെ പരസ്യപ്പെടുത്താനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതിനെ തുടർന്നാണ് നമുക്ക് ഈ പറയുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമായത്.
അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു വ്യത്യാസം. പിന്നീട് നമ്മൾ ഒന്നും കൂടി പരിശോധിക്കുമ്പോൾ ഈ ബോണ്ടുകൾ സ്വീകരിച്ചിരിക്കുന്ന കമ്പനികൾക്ക് പലതരക്കും ആ ബോണ്ട് കൊടുത്തതിന്റെ അടുത്ത ദിവസങ്ങളായിട്ട് വലിയ വലിയ ഓർഡറുകൾ കൊടുക്കുകയും അങ്ങനെ കമ്പനിക്ക് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ കൃത്യമായ രീതിയിൽ സ്വാധീനം ചെലുത്താനായിട്ട് പറ്റി എന്നുള്ളതാണ് ഈ ബോണ്ടിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ കൂടി പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്വിസ് ബാങ്കിലെ കള്ളപ്പണം നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ സമയത്ത് നിന്ന് ഇന്ന് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി ഇലക്ട്രൽ ബോണ്ട് വഴി എന്താ പറയാ ഒരു കള്ളപ്പണം വെളുപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയിട്ടാണ് ഈ ബോണ്ടിനെ ഇവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരും. അതായത് ഫോറിൻ കമ്പനികൾക്ക് വരെ ഈ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുന്നു. കമ്പനികളുടെ ആരാണ് ഈ കമ്പനിയുടെ ഈ പറയുന്ന 7% ഒരു പരിധി ഉണ്ടായിരുന്നു, അതിനപ്പുറത്ത് അതായത് 300 കോടി രൂപ ലാഭം വരുന്ന കമ്പനിക്ക് എങ്ങനെയാണ് 1300 കോടി രൂപ സംഭാവനയായിട്ട് കൊടുക്കാൻ പറ്റുക? അവിടെയാണ് ഈ പറയുന്ന കമ്പനികള് ഷെൽ കമ്പനികൾ വഴി എന്താ പറയാ ഈ ബ്ലാക്ക് മണിയെ ഒലിപ്പിക്കാനായിട്ട് ഈ പറയുന്ന അവസരം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ആളുകൾ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്തതിൽ 99% ബോണ്ടുകളും നമുക്ക് പലതരത്തിൽ ഡിനോവേഷൻ 1000-ന്റെ, 10,000-ന്റെ, ലക്ഷത്തിനുണ്ട്, 10 ലക്ഷത്തിന്റെ, 1 കോടിയുണ്ട്. ഇതിൽ 99% ബോണ്ടും ഉപയോഗിച്ചിരിക്കുന്നത് 10 ലക്ഷത്തിന്റെയും 1 കോടിയുടെയും ബോണ്ടുകളാണ്. അതിൽ താഴെയുള്ള സംഖ്യകൾ ബോണ്ടുകൾ വളരെ കുറവായിരുന്നു. അതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്, സാധാരണക്കാരും വ്യക്തിപരമായിട്ട് ഇത്രയും വലിയ തുകകൾ നമ്മൾ സംഭാവന കൊടുത്തിട്ടില്ല. ഈ ബോണ്ട് സംവിധാനം ഉപയോഗിച്ചത് മുഴുവൻ കോർപ്പറേറ്റ് കമ്പനികളും അതേപോലെയുള്ള വലിയ കമ്പനികളാണ് ഈ പറയുന്ന ബോണ്ട് സംവിധാനം ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഈ ബോണ്ട് സ്വീകരിച്ചതിൽ 52% തുക രാജ്യത്തിനെ ഭരിക്കുന്ന പാർട്ടി BJPക്ക് കിട്ടിയും. 2ാം സ്ഥാനം 900 കോടിയാണ്, അത് കോൺഗ്രസ് പാർട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഈ മൊത്തം ബോണ്ടിന്റെ പകുതിയേക്കാൾ അധികം തുക കൊടുത്തിരിക്കുന്നത് BJPയിലേക്കും, അതിൽ വളരെ ചുരുങ്ങിയ തുകയാണ് ബാക്കിയുള്ള കമ്പനികൾക്ക്. പിന്നെ 3ാം സ്ഥാനം തൃണമൂൽ കോൺഗ്രസിനാണ്. അങ്ങനെയാണ്, അതേപോലെയാണ് ഈ നമുക്ക് കണക്കുകൾ മനസ്സിലാവുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.